എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെ സമൂഹശാസ്ത്രം സോഷ്യോളജിയിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ അഥവാ സംസ്കാരവും സാമൂഹ്യവൽക്കരണവും എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായത്. നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കാരത്തിന് വിവിധ മാനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം, ഓക്കെ അല്ലേ? കൊഗ്നിറ്റീവ്, നോർമറ്റീവ് ആൻഡ് മെറ്റീരിയൽ, ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത് ഇലാബറേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ജ്ഞാനാത്മകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൊഗ്നിറ്റീവ് അഥവാ ജ്ഞാനാത്മകം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനും അവ തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ജ്ഞാനാത്മകം എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ്: നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അവയ്ക്ക് എന്താണ് അർത്ഥം നൽകുന്നതിന് പറയുന്ന പേരാണെന്ത്? ജ്ഞാനാത്മകം, ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെല്ലാം നമുക്ക് കോളിംഗ് ബെൽ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയാണ് വീട്ടിൽ ഫ്രണ്ടിൽ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്, നമ്മൾ തിരിച്ചറിയാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാൾ എന്താണ് മൊബൈൽ കോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരാൾ സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് എന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയാണ്, ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ജ്ഞാനാത്മക കൊഗ്നിറ്റീവിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെയാണ് നോർമറ്റീവ് അഥവാ നൈതികം എന്ന് പറയുന്നത്. ഇത് പൊതുവെ പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ നൈതികം എന്ന് പറയുന്നത്. അതായത് നാട്ടുരീതികൾ, നാട്ടുനടപ്പുകൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ, നിയമങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണെന്ത്? ഈ പെരുമാറ്റ നിയമങ്ങൾ എന്ന് പറയുന്നത്, ഓക്കെ അല്ലേ? അപ്പോൾ ഇവയെല്ലാം സൂചിപ്പിക്കുന്നതാണ് എന്ത്? നൈതികം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഓരോ സമൂഹത്തിലും എന്താണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഈ പെരുമാറ്റം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ നമുക്കറിയാം അല്ലേ? യൂറോപ്പിലെ മരണാനന്തര ചടങ്ങുകളും നമ്മുടെ ഇവിടുത്തെ മരണാനന്തര ചടങ്ങുകളും എന്താണ്? രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഓരോ സമൂഹത്തെ അനുസരിച്ച് എന്താവും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എന്താണ് പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? നൈതികം എന്ന് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കി വെക്കാം, ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെയാണ് ഭൗതികം അഥവാ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതൊരു തരം പ്രവർത്തനവും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ ഭൗതിക വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെ, ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രവർത്തനം ഇതിൽ വരുന്നുണ്ട്. ഭൗതികം എന്ന് പറയുന്ന തലത്തിൽ വരുന്നുണ്ട്, ഓക്കെ അല്ലേ? അതായത് മനുഷ്യനിർമ്മിതമായതും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഏതൊരു ഭൗതിക വസ്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ഓക്കെ അല്ലേ? ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകൾ, യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വാർത്താവിനിമയം, ഇതൊക്കെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ഈ ഭൗതികത്തിനുള്ള എക്സാമ്പിൾസ് ആണ്, ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക്കാണ് സംസ്കാരത്തിന്റെ ജ്ഞാനാത്മക തലങ്ങൾ എന്ന് പറയുന്ന ഭാഗം, ഓക്കെ അല്ലേ? കൊഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം, ഓക്കെ അല്ലേ? അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊഗ്നിറ്റീവ് അഥവാ ജ്ഞാനാത്മകം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് നാം കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവിനെയാണ് ജ്ഞാനാത്മകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം നമുക്ക് എന്താണ്? ഒരു അവബോധം ഉണ്ടാക്കി തരുന്നു. അതിനെ പറയുന്ന പേരാണെന്ത്? ജ്ഞാനാത്മക അഥവാ കൊഗ്നിറ്റീവ്, ഓക്കെ അല്ലേ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 87 വാൾട്ട് ഓങ്ങിന്റെ ഒരു പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ഓറാലിറ്റി ആൻഡ് ലിറ്ററസി എന്ന് പറയുന്ന പുസ്തകം. അദ്ദേഹം 1971 പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്, ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ എന്ന് വെച്ചാൽ എന്താണ്? വാമൊഴിയായിട്ട് നമ്മൾ പറയുന്ന കൈമാറുന്ന വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എന്താണ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു പുസ്തകം വായിച്ച് ആളുകൾക്ക് എന്താണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പെട്ടെന്ന് എന്താണ് വാമൊഴിയായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് പെട്ടെന്ന് ആളുകളുടെ മൈൻഡിലേക്ക് പതിയാൻ എളുപ്പമാണെന്നാണ് ആര് പറയുന്നത്? വാൾട്ടോങ് അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമായിട്ടുള്ള ഓറാലിറ്റി ആൻഡ് ലിറ്ററസി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ ഭൗതികേതര സംസ്കാരം എന്താണെന്ന് കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കിയെടുക്കാനായിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 89 ഏറ്റവും ലാസ്റ്റുള്ള 2 പോയിന്റ്സിൽ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഭൗതികേതര സംസ്കാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനാത്മകത്തിന്റെയും അതുപോലെ തന്നെ നൈതികത്തിന്റെയും ഈ രണ്ടെണ്ണത്തിന്റെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇതിന് രണ്ടെണ്ണത്തിന്റെയും സവിശേഷതകൾ കാണാൻ കഴിയുന്ന ചില സംസ്കാരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഭൗതികേതര സംസ്കാരങ്ങൾ എന്ന് വിളിക്കുക. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അതായത് സാംസ്കാരിക ചലനമാന്യം എന്ന് പറയുന്ന ടോപ്പിക്ക്, ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് സാംസ്കാരിക ചലനമാന്യം അല്ലെങ്കിൽ കൾച്ചറൽ ലാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതിക സാംസ്കാരിക ഘടകങ്ങളിൽ മാറ്റം സംഭവിക്കുകയും എന്നാൽ എന്താണ് ഭൗതികേതര ഘടകങ്ങളിൽ എന്താണ് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ പതുക്കെ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പറയുന്ന പേരാണെന്ത്? കൾച്ചറൽ ലാഗ്, ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പഴയ ആളുകളും പുതിയ ആളുകളും തമ്മിലുള്ള വ്യത്യാസം, അത് തന്നെ നമുക്ക് കൾച്ചറൽ ലാഗിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള പേരൻസിനൊക്കെ ചിലപ്പോൾ ഈ ഇന്റർനെറ്റ് എന്താണെന്ന് അറിയില്ലായിരിക്കും, ഫേസ്ബുക്ക് എന്താണെന്ന് അറിയില്ലായിരിക്കും, വാട്സപ്പ് എന്താണെന്ന് അറിയില്ലായിരിക്കും, അവർക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ പോലും എന്താണെന്ന് അറിയില്ലായിരിക്കും, ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്താണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ
സംസാരിക്കാനൊന്നും അറിയില്ലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ 2 ജനറേഷനിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു സംസ്കാരത്തിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൗതികേതര സംസ്കാരത്തിൽ എന്താണ് മാറ്റമൊന്നും സംഭവിക്കാതിരിക്കുന്ന ഒരു അവസ്ഥേനെ പറയുന്ന പേരാണ് എന്ത് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സംസ്കാരവും സ്വത്വവും അല്ലെങ്കിൽ എന്താണ് കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വത്വം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ഐഡന്റിറ്റി വ്യക്തമാക്കാനായിട്ട് അയാളുടെ സംസ്കാരം സാരമായ രീതിയിൽ സ്വാധീനിക്കാറുണ്ട് എന്നാണ് പറയാറ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സാമൂഹ്യ ജീവിതത്തിൽ അയാൾ വഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളെയാണ് അയാളുടെ പങ്ക് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള പങ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിനുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഗവൺമെന്റ്, അച്ഛനമ്മമാർ, അതുപോലെ തന്നെ അധ്യാപകർ അല്ലേ, അവരൊക്കെ നമുക്ക് എന്താണ് ഈ കൾച്ചറൽ ഐഡന്റിറ്റിക്കുള്ള ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഉപസംസ്കാരം അഥവാ സബ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സബ് കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംസ്കാരത്തിൽ തന്നെ പലതരത്തിലുള്ള ഉപസംസ്കാരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വരേണ്യവർഗം, അതുപോലെ തന്നെ തൊഴിലാളി വർഗം അല്ലേ, അതുപോലെ തന്നെ കർഷകർ, അതുപോലെയുള്ള ഒരുപാട് തരത്തിലുള്ള സംസ്കാരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ്, അതിനെ പൊതുവെ വിളിക്കുന്ന പേരാണെന്ത്, സബ് കൾച്ചർ അഥവാ ഉപസംസ്കാരം എന്ന്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മതം എടുക്കുകയാണ്, ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം എടുക്കുകയാണ്. അപ്പോൾ ഈ ഹിന്ദു മതത്തിൽ തന്നെ എന്തുണ്ട്, ഒരുപാട് തരത്തിലുള്ള ജാതികളുണ്ട് അല്ലേ. അപ്പോൾ അതായത് ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ഒരുപാട് ജാതികളുണ്ട്. അതുപോലെ തന്നെ എന്താണ് സംസ്കാരത്തിൽ തന്നെ എന്താണ് ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ഒരുപാട് ഉപസംസ്കാരങ്ങൾ എന്താണ് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ ഉപസംസ്കാരങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഓരോ ഉപസംസ്കാരത്തിനും അവരുടേതായിട്ടുള്ള ശൈലി, അഭിരുചി, അതുപോലെ തന്നെ സംഘാടനം, അതുപോലുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ സംസാര രീതി, വസ്ത്രധാരണം, അതുപോലെ തന്നെ അവരുടെ പ്രത്യേകമായിട്ടുള്ള അഭിരുചി, അതുപോലെ തന്നെ ആളുകൾ തമ്മിലുള്ള പാരസ്പര്യം, അതുപോലുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ ഉപസംസ്കാരങ്ങൾക്കുള്ളിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വംശീയ കേന്ദ്രോന്മുഖത അഥവാ എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എത്നോസെൻട്രിസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്കാരങ്ങളിലുള്ള ആളുകളുടെ വിശ്വാസത്തെയും പെരുമാറ്റത്തെയും എന്താണ് സ്വന്തം സംസ്കാരത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വിലയിരുത്തുന്നതിന് പറയുന്ന പേരാണ് എത്നോസെൻട്രിസം. ഓക്കെ അല്ലേ? ഈ എത്നോസെൻട്രിസത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം സംസ്കാരം എന്താണ് മറ്റുള്ള സംസ്കാരങ്ങളെക്കാൾ എന്താണ് കുറച്ചും കൂടി ഉയർന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ എത്നോസെൻട്രിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ ബ്രിട്ടീഷുകാരെക്കാൾ താഴ്ന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് അവർ എപ്പോഴും അവരൊരു ഭരണകാലത്ത് എപ്പോഴും അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇതിനെക്കുറിച്ചൊരു തിയറി തന്നെയുണ്ട്, വൈറ്റ്സ്മാൻസ് ബേർഡൻ എന്ന് പറയുന്ന റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഒരു തിയറി തന്നെയുണ്ട്. അതായത് വെള്ളക്കാരെന്താണ് എപ്പോഴും സുപ്രീമാണ്, ഇന്ത്യയിലുള്ള ആളുകൾ എന്താണ് ഇന്ത്യയിലുള്ള ആളുകളുടെ കളർ എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ആളുകളുടെ സ്കിന്നിൻ്റെ കളർ എന്താണ് ബ്രിട്ടീഷുകാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് വെള്ളക്കാരെന്താണ് എപ്പോഴും ഉയർന്ന തരത്തിലുള്ള ആളുകളാണെന്ന് കാണിക്കുന്ന ഒരു തിയറിയാണ് എന്ത് റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ വൈറ്റ്സ്മാൻസ് ബേർഡൻ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 91 മെക്കോള പ്രഭുവിൻ്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മെക്കോള പ്രഭുവിനെ കുറിച്ച് പറയുന്ന ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെക്കോള പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മെക്കോള പ്രഭു എന്ന് പറയുന്നത്. അപ്പോൾ 18-ാം നൂറ്റാണ്ട് ഉത്തരാർദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസം നൽകാൻ തീരുമാനിച്ച സമയത്ത് ഇദ്ദേഹം എന്താണ് ഒരു മിനിറ്റ്സ് ഇൻ എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിൻ്റെ എന്താണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, പാശ്ചാത്യ വിദ്യാഭ്യാസം ആയിരിക്കണം. അതായത് വെസ്റ്റേൺ കൾച്ചർ, പാശ്ചാത്യ സംസ്കാരം അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം ആയിരിക്കണം എന്ത് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ഒരു റിപ്പോർട്ട് സമർപ്പിച്ച വ്യക്തിയാണ് ആര്, മെക്കോള പ്രഭു എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സാർവജനീനത അഥവാ കോസ്മോപൊളിറ്റനിസം എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള വംശീയ കേന്ദ്രോന്മുഖത അഥവാ എത്നോസെൻട്രിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണിത്, ഈ സാർവജനീനത അഥവാ കോസ്മോപൊളിറ്റനിസം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? എത്നോസെൻട്രിസത്തിൽ സ്വന്തം സംസ്കാരം ഉയർന്നതാണെന്ന് കരുതിക്കൊണ്ട് മറ്റ് സംസ്കാരങ്ങളെ കുറിച്ച് എന്താണ് പഠിക്കുന്നതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. എന്നാൽ കോസ്മോപൊളിറ്റനിസത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്താണ് എല്ലാ സംസ്കാരങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് കോസ്മോപൊളിറ്റനിസം എന്ന് പറയുന്നത്. അതായത് മറ്റ് സംസ്കാരങ്ങളുടെ സാംസ്കാരിക പ്രത്യേകതകളും അവരുടെ മൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളൊക്കെ എന്താണ് സ്വന്തം സംസ്കാരത്തിന് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതേപടി എന്താണ് വ്യക്തമാക്കുന്നതിന് പറയുന്ന പേരാണെന്ത് സാർവജനീനത അഥവാ കോസ്മോപൊളിറ്റനിസം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൾച്ചറൽ ചേഞ്ച് അഥവാ സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. സമൂഹങ്ങൾ അവരുടെ സാംസ്കാരിക മാതൃകയിൽ വരുന്ന മാറ്റങ്ങളെയാണ് ഈ സാംസ്കാരിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് കാലത്തെ സംസ്കാരം, പണ്ട് കാലത്തെ കേരള സംസ്കാരവും ഇപ്പോഴത്തെ സംസ്കാരം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി, നമുക്കറിയാം, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഹാര രീതികൾ എന്ന് പറയുന്നത് ഭക്ഷണ രീതികൾ എന്ന് പറയുന്നതാണ് സംസ്കാരത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അല്ലേ. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, അതായത് നമ്മളൊക്കെ കുറച്ച് കാലങ്ങൾക്ക്
വർഷങ്ങൾക്ക് മുന്നേ ഈ സമൂസ, ബർഗർ, അതുപോലെ തന്നെ നൂഡിൽസ്, അൽഫാം പോലുള്ള ഫുഡ്സ് ഒന്നും നമ്മൾ ഒരുപക്ഷെ ഇത്രയും ഇന്ന് കാണുന്ന രീതിയിൽ അത്ര പോപ്പുലർ ആയിട്ട് ഉണ്ടായില്ല, സിമിലർ ആയിട്ട് ഉണ്ടായിരിക്കുന്നില്ല. ഓക്കെ അല്ലേ? പക്ഷെ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് ഒരുപാട് ഈ സമൂസ, ബർഗർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അതായത് സാങ്കേതിക വിദ്യയിൽ പുരോഗതി ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഈ സംസ്കാരത്തിൽ ഒന്നുണ്ടാവുന്നുണ്ട്, സാരമായ രീതിയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതുപോലെ വസ്ത്രധാരണം പറയാം, നമ്മുടെ വിനോദം എന്റർടൈൻമെന്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ട് ഇത് എഴുതാൻ പറ്റും. കൾച്ചറൽ ചേഞ്ച്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യവൽക്കരണം. ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയില്ല അല്ലേ, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നറിയില്ല, അതുപോലെ തന്നെ ഒരു ഓഫീസിൽ എങ്ങനെ പോയി പെരുമാറണം എന്നറിയില്ല, സ്കൂളിൽ എങ്ങനെ പോയി പെരുമാറണം എന്നറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഓരോ ഏജ് കഴിയുന്തോറും നമ്മൾ സമൂഹത്തിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു വ്യവസ്ഥയും പറയുന്ന പേരാണ് എന്ത്? സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യവൽക്കരണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 94 ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ജൈവ വ്യക്തിയിൽ നിന്ന് ഒരു സാമൂഹ്യ വ്യക്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയയാണെന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണമായി സാമൂഹീകരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജൻസികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഈ സാമൂഹ്യവൽക്കരണം സാധ്യമാവുന്നത്, അത്ര മാത്രമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സാമൂഹ്യവൽക്കരണത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസികളാണ് കുടുംബം, ഒപ്പം സമപ്രായക്കാരുടെ സംഘങ്ങൾ, വിദ്യാലയങ്ങൾ, ഒപ്പം ബഹുജന മാധ്യമങ്ങൾ. ഇപ്പോൾ ഞാൻ എളുപ്പമെന്ന് പറഞ്ഞെങ്കിലും എല്ലാ വർഷവും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ? സാമൂഹ്യവൽക്കരണത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസികൾ ഏതൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിലാദ്യത്തെയാണ് കുടുംബം. അപ്പോൾ ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ ഒരുപാട് നിർണായകമായിട്ട് സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് ഫാമിലി, കുടുംബം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യവൽക്കരണം ആരംഭിക്കുന്ന എവിടെ നിന്നുമാണ്? കുടുംബത്തിൽ നിന്നുമാണ്, ഫാമിലിയിൽ നിന്നുമാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മളൊരു കുട്ടിയായിരിക്കുന്ന ആ ഒരു കാലം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് സുഹൃത്ബന്ധങ്ങളിൽ ഏർപ്പെടും അല്ലേ. അതായത് ഒരുപാട് സമപ്രായക്കാരായിട്ടുള്ള ആളുകളുടെ സംഘങ്ങളിൽ നമ്മൾ പോയിട്ട് കൂട്ടുകൂടും. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന എവിടെ നിന്നുമാണ്? ഈ സമപ്രായക്കാരുടെ ഈ കൂട്ടുകെട്ടിൽ നിന്നുമാണ്. പിന്നീട് നമ്മൾ എവിടേക്ക് പോകും? സ്കൂളിലേക്ക് പോകും അല്ലേ, വിദ്യാലയങ്ങളിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഈ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ഉണ്ടായിരിക്കും. നമ്മൾ മുന്നേ കേട്ട കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന എവിടെ വെച്ചിട്ടായിരിക്കും? ഈ വിദ്യാലയങ്ങളിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അല്ലേ, ആകാശത്തുനിന്ന് ആരോ വെള്ളം കോരി വയ്ക്കുന്നതെന്ന് വിചാരിക്കും. പിന്നീട് നമ്മൾ സ്കൂളിൽ എത്തിയിട്ട് പഠിക്കുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യുന്ന അവിടെ വെച്ചിട്ടായിരിക്കും, വിദ്യാലയങ്ങളിൽ വെച്ചിട്ടായിരിക്കും. ഏറ്റവും അവസാനമുള്ളതാണ് ഇത് ബഹുജന മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബഹുജന മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാസ് മീഡിയാസ് ആണ്, അതായത് TV, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ പോലുള്ള മാസ് മീഡിയാസ് എന്ന് വിചാരിക്കും. എന്നാൽ അത് മാത്രമല്ല, അത് കൂടാതെ മതം, നിയമം, ആചാരങ്ങൾ, ഇതൊക്കെ ബഹുജന മാധ്യമങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സാമൂഹ്യവൽക്കരണത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി ആയിട്ട് പറയാവുന്ന ഒന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംസ്കാരവും സാമൂഹ്യവൽക്കരണവും എന്ന് പറയുന്ന ഈ 4ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൾച്ചറൽ ലാഗ് പോലെയുള്ള എത്നോസെൻട്രിസം പോലുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ച് ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു.